സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കാവുന്ന ചപ്പാത്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പൊട്ടാറ്റോ ചപ്പാത്തിയുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പൊട്ടാറ്റോ ബ്രെഡ് എന്നും വിളിക്കാം. വളരെ രുചികരമായിട്ടും വളരെ ഈസിയിലും തയ്യാറാക്കിയെടുക്കാവുന്ന ഈ പൊട്ടാറ്റോ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്ക്. ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിന്നിവിടെ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേകാത്ത കിഴങ്ങാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിഴങ്ങ് വെന്ത് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് നമ്മൾ മറ്റൊരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അത് വെന്തോ എന്ന് ഒന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിൻ്റെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ കിഴങ്ങിൻ്റെ പുറത്തെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനി നമുക്ക് ഈ വെന്ത ഉരുളക്കിഴങ്ങിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുന്നില്ല, നമ്മൾ സ്പൂണിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഉരുളക്കിഴങ്ങ് തരിയായിട്ട് കിടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിക്ക് വേണം, ഈ കാണുന്ന രീതി വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു 3 ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ്സാണ്. 1/2 കിലോ ആട്ടയ്ക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. നമ്മൾ ഏകദേശം ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലൊന്നുമല്ല, ഡയറക്റ്റായിട്ടാണ് നമ്മൾ ആട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ പൊട്ടാറ്റോ ചപ്പാത്തിക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത സാധനം 1/2 ഗ്ലാസ് പാലാണ്. 1/2 ഗ്ലാസ് പാൽ ഒരല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആട്ടയിലേക്ക് നമുക്ക് ഈ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടാറ്റോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പച്ചവെള്ളത്തിലല്ല നമ്മൾ ആട്ട കുഴയ്ക്കുന്നത്. നമ്മൾ പാലിനകത്താണ് നമ്മൾ ഈ ആട്ട കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തരിയില്ലാതെ കുഴച്ചെടുത്തത് ആട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആട്ടയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങും ആട്ടയും കൂടി യോജിച്ച് വരാനായിട്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. നല്ലതുപോലെ ആട്ടയൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആട്ടയ്ക്ക് മയം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാൽ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പാൽ ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് പാൽ ചേർത്ത് കൊടുത്താൽ ആട്ട കുഴഞ്ഞ് നമ്മുടെ കയ്യെ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുത്ത ആട്ടയുടെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നനഞ്ഞ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 3/4 മണിക്കൂറൊക്കെ നമ്മൾ ആട്ട ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പൊട്ടാറ്റോ ചപ്പാത്തിക്ക് നല്ല മയം കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഈ ആട്ട പാത്രത്തിൽ നിന്ന് വെളിയിലെടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ടൈലിലേക്ക് ഒരല്പം ആട്ട വിതറി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തിക്ക് നല്ല മയം കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ കുഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പതുക്കെ ആട്ടയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കത്തി എടുത്ത് ആ കത്തി കൊണ്ട് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴിച്ചെടുത്ത ആട്ട ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കും. കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിനെ ഓരോ ബോളുകളാക്കി എടുക്കുകയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ബോൾ പിടിക്കുന്ന പോലെ ബോളുകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ബോളുകളാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം പോലും എണ്ണ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഒരുപാട് കനം കുറഞ്ഞ് പോകരുത്. ഒരുപാട് കനം കുറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ചപ്പാത്തി കുമിളച്ച് വരത്തില്ല. കണ്ടോ, ഇപ്പം നമ്മളുണ്ടാക്കിയ ചപ്പാത്തി നല്ല രീതിയിൽ കുമിളച്ച് വരുന്നതുണ്ട്. ഇങ്ങനെ ചപ്പാത്തി കുമിളച്ച് വരണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് ഒരല്പം കനമൊക്കെ ഉണ്ടാകണം. കനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ. നമുക്ക് നല്ല കുമിളച്ച് വരികയുള്ളൂ. നമ്മളിപ്പം നോൺ സ്റ്റിക്കിലൊന്നുമല്ല നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയേക്കുന്നത്.
നമ്മൾ സാധാരണ നമ്മുടെ ദോശക്കല്ലാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ രീതിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മയമുള്ള, നല്ല രുചിയുള്ള, വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള അടിപൊളി പൊട്ടറ്റോ ചപ്പാത്തി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.